ബേക്കിംഗ് സോഡ വേണ്ട, മാവരച്ച് റെസ്റ്റ് ചെയ്യാനും വെക്കണ്ട. ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ചക്ക ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ സീസണിൽ കിട്ടുന്ന ചക്കയും മാങ്ങയും വെച്ച് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ടാക്കിക്കോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു ബോളിലേക്ക് ആട്ട, മൈദ, റവ, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ ചെറുതായിട്ട് റവ ഒന്ന് ചേർക്കാൻ മറന്നിട്ടോ, പക്ഷെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധാ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. ഈ ഒരു പരുവത്തിൽ ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പഴുത്ത ചക്ക അരച്ചതും ചക്ക ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും എള്ളും കുറച്ച് വറുത്ത തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസും മെഷർമെന്റ്സും ഒക്കെ ഞാൻ താഴെ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലോർ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ റവ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ മറന്നുപോയിട്ട് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് ഡയറക്റ്റ് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിഥി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതിഥിയുടെ സൺഫ്ലവർ ഓയിലിൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. ഉണ്ണിയപ്പ ചട്ടിയിൽ ഇതുപോലെ മാവ് കോരി ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് പുറത്ത് നല്ല ക്രിസ്പും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. സെയിം റെസിപ്പി മാങ്ങ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വിഷുവിന് ഇൻസ്റ്റന്റ് ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്യണേ.